3. ചരിത്രരാഹിത്യം. ഏറ്റവും വലിയ ജീവിയാണ് ചരിത്രം. പക്ഷേ ചരിത്രം ജീവിക്കുകയല്ല, ഒരു ജീവിതത്തെ പേറുകയാണ്. ജീവിതം ചരിത്രത്തെ അമർത്തുകയും. ഇത് ഒരു തെറ്റിദ്ധാരണയാണ്. ചരിത്രം തെറ്റിദ്ധാരണയാണ്, ജീവിതം അതിൻ്റെ വിവരക്കേടും. ഏറ്റവും വലിയ വിവരക്കേട് കാലം. ചരിത്രത്തിൽ ഇല്ലാത്ത ഈ ജീവിതം കാലം ഇല്ലാത്ത നിമിഷമാണ്. കാലത്തിൽ ഇല്ലാത്ത ഈ ജീവിതം ഒരു ചരിത്രത്തിൻ്റെ നിമിഷമാണ്. ശ്രീനിവാസന്റെ സമകാലികനാണ് ഗണപതി മകൻ ചന്ദ്രശേഖരൻ. അവർ തമ്മിൽ സുദീർഘ ബഹുയോജനകളുടെ അന്തരം. ദൂരം നാം സ്വീകരിക്കുന്നതല്ല, നാം ഒന്നും സ്വീകരിക്കുന്നേയില്ല. ആത്മാവിൻ്റെ വേഗം നമുക്കറിയില്ല. നമുക്ക് യാതൊന്നും അറിയില്ല. നാം അറിയുന്നത് അറിവിനെയല്ല, കാണുന്നത് കണ്ണിനെയല്ല, ചിന്തിക്കുന്നത് തലച്ചോറിനെയല്ല. തീരുമാനിക്കുന്ന വേഗത്തിൽ തീരുമാനം പോലും ഓടില്ല. ഒരു തീരുമാനവും ഉപ്പുമാവ് തിന്നില്ല. ഓട്ടം നിർണയിക്കുന്നത് ചക്രങ്ങൾ അല്ല, കാലം നാം സ്വീകരിക്കുന്നത് അല്ല. അതുകൊണ്ടാണ് വെളിപാടുകളെ വിഡ്ഢികൾ കൊട്ടിഘോഷിക്കുന്നത്. അഭിനയിച്ചു കാണിക്കുന്ന മുദ്രകളിൽ ജീവിതത്തെ അവരോധിക്കുന്നത്. പള്ളയിൽ വെളുത്ത തൂവൽ കെട്ടാൻ മെലിഞ്ഞ പെൺകുഞ്ഞുങ്ങൾ നിൽക്കുന്നത്. പുതിയ നൂറ്റാണ്ടിൽ പുതിയ ജനനങ്ങൾ അപകടങ്ങളാണ് എന്ന പഴയ സിദ്ധാന്തങ്ങളെ വീണ്ടും കണ്ടെടുക്കുന്നത്. കാശിയിൽ പോയി ഞാൻ എന്ന് കഴുത പന്തയം തിന്നുന്നത്. നീതിമാന്റെ കൈ പൊള്ളുന്നത്. തെമ്മാടി ബലി അഭിനയിക്കുന്നത്. വിഡ്ഢികൾ സിംഹാസനം ഭരിക്കുന്നത്. ഒരു നൂറ്റാണ്ടിലെ ചിരങ്ങ്, അടുത്ത നൂറ്റാണ്ടിലെ ചൊറി. ഒരു കണ്ണാടിയിൽ നിന്ന് പുഴ ഒഴുകുന്നു. തിളങ്ങുന്ന സ്ഫടിക വൃക്ഷങ്ങൾ നിറഞ്ഞ ഇന്ദ്രജാലത്തട്ടിൽ മിന്നൽ നൃത്തമാടുന്നു. പ്രാണവേദനയുടെ പെട്ടിക്ക് മുകളിൽ കടലാസ് പൂവുകൾ പതിയുന്നു. കണ്ണാടികളോടും പൂവുകളോടും ഞാൻ പിണങ്ങിപ്പിരിയുന്നു. കാരണം എല്ലാ പുഴകളിലും കണ്ണാടികളിലും ഞാൻ മുങ്ങി നോക്കിയത് ഒരേയൊരു വിഗ്രഹത്തിന് വേണ്ടിയായിരുന്നു. ഉളികളും വാദ്യോപകരണങ്ങളും ദൈവരഹിതമായ ആനന്ദവേളകളും ചരിത്രരഹിതമായ സ്നേഹത്തോടെ ബുദ്ധിയെ പൊതിയുന്ന താളം. എന്തു ചെയ്യാം? നിരർത്ഥകമായ തീർന്നുപോകലുകളുടെ അറുതിയിൽ, ഋണധനരഹിതമായ ഒടുങ്ങലിൽ, ആളൊഴിഞ്ഞ ഉത്സവപ്പറമ്പ് പോലെ പ്രവചനങ്ങൾ ഒടുങ്ങിയ നിശബ്ദത. വറ്റിത്താണ സങ്കടങ്ങളുടെ കിണർ. പകൽ കിനാവുകൾ ഒടുങ്ങിയ പകൽ. വിദൂര ജലരേഖയിൽ പഴയ പരിചയം കൊണ്ട് ഉദിക്കുന്ന സൂര്യൻ. 3 ദിവസം കഴിഞ്ഞാൽ ചിലർ ഉയിർപ്പിൻ്റെ കഥകളെ പറയൂ, കല്ലറയിലെ താമസിക്കൂ. ജീവിതത്തിൻ്റെ അർത്ഥം എന്തെന്ന് മൺമറഞ്ഞവരോടെ ചോദിക്കൂ. അവർ അതിനുത്തരം പറയില്ല. മരിച്ചവർ സംസാരിക്കുകയില്ല, പകരം ജീവിച്ചു കാണിക്കുകയേ ചെയ്യൂ. നിശബ്ദതയിൽ നിന്ന് മേഴ്സി നടയിറങ്ങി പൊടിഞ്ഞു താഴുന്നു. ജീവിക്കുന്നവർ സംസാരിക്കുന്നേയില്ല, പകരം മരിച്ചു കാണിക്കുന്നു. മാർത്ത ദൈവത്തിൻ്റെ മുറ്റം അടിക്കുന്നു. ആളൊഴിഞ്ഞ മൈതാനിയിൽ ഇന്ദ്രജാലം കാണിക്കുന്ന മാന്ത്രികർ കർമ്മം പിഴച്ചവരാണ്. നേർപ്പുഴയിൽ ഇതെൻ്റെ രക്തമാണ്. തലമുറകൾക്ക് മുൻപേ അത് ഒഴുകിത്തുടങ്ങുന്നു. വിദൂരബോധങ്ങളുടെ ഗിരിതടങ്ങളിൽ നിന്നുറവയെടുത്ത് അനേകം പടവുകൾ ചവിട്ടിക്കയറി അതെന്നിൽ നൃത്തോത്സവങ്ങൾക്ക് കൊടി കയറ്റുന്നു. ഇതെൻ്റെ മാംസമാണ്, രക്ഷകൻ്റെ സത്തയാണ്, നോമ്പുകാലത്തിൻ്റെ അത്താഴം ആണ്. അനേകം കൈത്തലങ്ങളിൽ കിടന്നു മർദ്ദിക്കപ്പെട്ട് പുളിച്ച മാവ്.
അനേകം ഗ്രഹണപഥങ്ങൾ താണ്ടി ജീവിതം രൂപമാർജിക്കുന്ന ഉപ്പിൻ്റെ ഉറ. തീന്മേശയുടെ ആകൃതിയിൽ നിന്ന് ബലിമേശയുടെ രൂപത്തിലേക്ക് ആത്മാവിനെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു തച്ചൻ ദൈവരഹിതമായ ഉത്സവപ്പറമ്പുകളിൽ ഉളികൊണ്ടലയുന്നു. എനിക്ക് കാണാം, മണ്ണിനെ ശില്പത്തിലേക്കും ശില്പങ്ങളെ മണ്ണിലേക്കും മാനസാന്തരപ്പെടുത്തി ജൈവബോധം വീശിയടിക്കുന്നു. തോട്ടത്തിന് അതിർവരയ്ക്കും പുഴ, കടുവ പോലെ മുറ്റത്ത് ചാടും വെളിച്ചം, മലപ്പള്ളയിൽ ചാഞ്ഞുറങ്ങും പെണ്ണ്, ഇറച്ചിക്കടയിൽ തൂക്കിയിട്ട കത്തി, അക്ഷരങ്ങളിൽ ഇലനീട്ടി പാറകളെ പൊതിയും വള്ളിക്കവിത, ശിലകളിൽ തകരും കിരീടങ്ങൾ, ചുറ്റി ഒഴുകും ഉറവ, നീരാവി, ശലഭം, ചെറുനാരങ്ങയുടെ മണമുള്ള വേദന, കലണ്ടറിൽ പൊതിഞ്ഞ മൂത്തുപിളർന്ന മാതളത്തിൻ്റെ ഹൃദയം പോലെ സംഭരിക്കപ്പെടുന്ന ഒരു നിമിഷം. കടുവപ്പുറത്ത് കണ്ണാടിയിലേക്ക് രക്ഷപ്പെടും ചരിത്രം.